ശ്രീ രമേശ് ചെന്നിത്തല. സാർ, കേരളത്തിലെ ITI മൂലം ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ സാർ, ഇപ്പം നിലവിലുള്ള പല കോഴ്സുകളും ഒബ്സലേറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ പലരും പഴയതാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കോഴ്സുകൾ തുടങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് കൂടുതൽ ജോലി സാധ്യതയുള്ള സ്വദേശത്തും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ കേരളത്തിലെ ITIയിൽ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ഗവൺമെൻറ് നടത്തുമോ? എൻ്റെ നിയോജകമണ്ഡലത്തിലെ പള്ളിപ്പാട് ITI കൂടുതൽ കോഴ്സുകൾ ചോദിച്ചിട്ടുണ്ട്. അത് നൽകാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ, കോഴ്സുകൾ നവീകരിക്കുമെന്നുള്ളത്. സാർ, നമ്മുടെ കോഴ്സുകൾ നവീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ നമ്മൾ ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ 2022-23 കാലഘട്ടത്തിൽ 2842 ട്രെയിനീസിനെയാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. 2023-24 കാലഘട്ടത്തിൽ 2297 ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഴക്കം ചെന്ന ചില കോഴ്സുകളുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഗവൺമെൻറ്റാണ് DGT ആണ് ഇതിൻ്റെ കോഴ്സിൻ്റെ അംഗീകാരം നൽകേണ്ടത്. പരീക്ഷ നടത്തുന്നത് DGT ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനമുണ്ടല്ലോ, നമ്മുടെ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള സമീപനമുണ്ട്. അത് ഇവിടെയും കാണുന്നതിന് വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വ്യവസായ വകുപ്പുമായി തന്നെ കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഒരു കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ കേരള മോഡൽ ഉണ്ടല്ലോ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കേരള മോഡൽ ഉള്ളതുപോലെ ഒരു കേരള മോഡൽ ITI തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാം. നമുക്ക് പിന്നെ വേറെ ആരുടെ ചോദിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം.